എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മ എല്ലാ ദിവസവും യേശുവുമായിട്ടുള്ള ഒരു നല്ല തുടക്കം, യേശുവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ എല്ലാം ഇതിനകത്ത് കർത്താവ് നമുക്ക് തരും. നല്ല ഉദാഹരണങ്ങൾ, നല്ല ചിന്തകൾ, നല്ല സാക്ഷ്യങ്ങൾ എല്ലാം ചേർത്തിണക്കാൻ കർത്താവ് ഇതുവരെ സഹായിച്ചു. ഇനിയും കർത്താവിൻ്റെ ബലപ്പെട്ട കൈകളിൽ നമ്മെ കൊടുക്കാം. പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ച, ഇന്ന് രാവിലെ മുതൽ ഇന്നും നാളെയും മറ്റന്നാളും വ്യാഴം, വെള്ളി, ശനി രാവിലെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ അവസാനിക്കും. രാത്രികളിൽ പ്രാർത്ഥന ഇതുവരെ നമ്മൾ ആരംഭിച്ചില്ല. കർത്താവ് അനുവദിച്ചാൽ ഓൺലൈനിൽ വൈകിട്ട് സമയങ്ങളിൽ കൂടി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാം. അത് ഒരു 100 പേരെങ്കിലും, കുറഞ്ഞതൊരു 100 പേരെങ്കിലും താല്പര്യം പറഞ്ഞാൽ നമുക്കത് ചെയ്യാം. നിങ്ങളുടെ അനുഗ്രഹത്തിനും നിങ്ങളുടെ വളർച്ചയ്ക്കും വേണ്ടി മാത്രമാണ് ഈ പ്രോഗ്രാം കർത്താവ് ഒരുക്കിയത്. എല്ലാ സഹകരണത്തിനും നന്ദി. യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കണ്ണുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. മനസ്സ് അന്ധമായി പോയാൽ കണ്ണിൻ്റെ കാഴ്ച പ്രയോജനരഹിതമാണ്. പലർക്കും കാഴ്ചയുണ്ട്, എന്നാൽ മാനസികമായി അന്ധമായവരുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? കണ്ണുകൊണ്ട് കാണാം ഒരുവൻ പട്ടിണി കിടക്കുന്നു, എന്നാൽ മാനസികമായി അതിന് പല ന്യായീകരണങ്ങളും പലരും പറയും. അതവൻ്റെ കുറ്റം കൊണ്ടാണ്, അവൻ്റെ വീട്ടിലെ ശാപമാണ്, അത് ദൈവത്തിൻ്റെ ടെസ്റ്റാണ്. നമ്മളായിട്ട് പോയി അവനെ സഹായിച്ച് നമ്മുടെ കാശും കൂടി നമുക്കും കൂടി ഒരു ഗതികേട് ഉണ്ടാക്കണ്ട. അവനെ സഹായിച്ചാൽ ചിലപ്പോൾ ശാപമുണ്ടാകാം. ഇങ്ങനെയൊക്കെ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് മാനസിക അന്ധത. മാനസിക അന്ധതയുള്ളവർക്ക് പുറമെയുള്ള കണ്ണുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമുക്ക് വേണ്ടത് മാനസികമായ കാഴ്ചയാണ്. ഒരു മനുഷ്യനെ അവൻ്റെ വികാരത്തോടെ, അവൻ്റെ വേദനയോടെ, അവൻ്റെ സങ്കടത്തോടെ അവനെ കാണാൻ കഴിയണം. ജ്ഞാനികളുടെ ഹൃദയം വിലാപ ഭവനത്തിലാണെന്ന് സദൃശവാക്യത്തിലും സഭാപ്രസംഗിയിലും ഒക്കെ ശലോമോൻ എടുത്തു പറയുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയം മറ്റുള്ളവരെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ആനന്ദം കണ്ടെത്താറുണ്ടോ? മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷമാണ് ഭൂമിയിലെ യഥാർത്ഥ സന്തോഷം. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നു. തിരിച്ച് മറ്റുള്ളവരെ കണ്ടാൽ മനസ്സിലാകാത്ത നിലയിൽ മനസ്സടഞ്ഞു പോയെങ്കിൽ പുറമെയുള്ള കാഴ്ച വ്യർത്ഥമാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ. എല്ലാ ജീവികളെയും നീതിമാൻ തങ്ങളുടെ മൃഗങ്ങളുടെ പ്രാണാനുഭവം അറിയുന്നു എന്നൊരു വാക്കുണ്ട് സദൃശവാക്യത്തിൽ. നീതിമാനെ അദ്ദേഹത്തിൻ്റെ മൃഗത്തിൻ്റെ വിഷമം അറിയാം. ഒരു പശുവിന് ദാഹിച്ചാൽ അറിയാം, വിശന്നാൽ അറിയാം, അതിൻ്റെ ഓരോ കരച്ചിലറിയാം. നിങ്ങളുടെ വീട്ടിലെ പൂച്ചയ്ക്ക് വിശന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? നിങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലാകുമോ? എല്ലാം, ചില പക്ഷികളുടെ വിഷമങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ സകലത്തെയും ഉണ്ടാക്കിയിട്ട് ഇത് മാനേജ് ചെയ്യാൻ ഒരു മാനേജറുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതാണ് ആദാം, അല്ലെങ്കിൽ മനുഷ്യൻ. അപ്പം നമ്മളാണ് മറ്റുള്ള ജീവികളുടെ കൂടെ വേദനകൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ച എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ചിന്ത നിങ്ങൾക്കും മറ്റുള്ള സഹജീവികൾക്കും അനുഗ്രഹമാകട്ടെ. നമുക്ക് റോമാലേഖനത്തിലേക്ക് വരാം. റോമാലേഖനം 10-ാം അധ്യായം ഏകദേശം പൂർത്തിയായി. ഇനി 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക്
നമുക്ക് കടന്നു വരണം. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. അപ്പോൾ നമ്മൾ ഈ 10-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു തെറ്റിദ്ധാരണയുണ്ടാകും. ദൈവം യഹൂദനെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞു, അവരെ ഒഴിവാക്കി, എന്നിട്ട് ജാതികളായിരുന്ന നമ്മെ തിരഞ്ഞെടുത്ത് ആ സ്ഥാനത്താക്കി. ഇല്ല, ആ സ്ഥാനത്ത് ആരെയും ആക്കിയിട്ടില്ല. യഹൂദന് വെച്ചിരിക്കുന്ന അനുഗ്രഹം ദൈവം മാറ്റില്ല. കാരണം ദൈവം നീതിമാനാണ്. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമിനോടൊരു ഉടമ്പടി ചെയ്തു. അതാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ. മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ നടുവേ പിളർന്ന് ഒരു തീപ്പന്തം അതിൻ്റെ നടുവിലൂടെ കടന്നുപോയി എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? ഒരു ശബ്ദം കടന്നുപോയി. അപ്പോൾ ഇത് ദൈവവും പുത്രനായ യേശുവും അവരൊരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ്. അത് ദൈവവും അബ്രഹാമുമല്ല ആ നടുവേ പിളർന്നു വെച്ചതിൻ്റെ നടുവിലൂടെ കടന്നുപോയി ഉടമ്പടി ചെയ്തത്. അബ്രഹാമിനൊരു സീസണുണ്ട്, അത് കഴിയുമ്പോൾ അബ്രഹാം മരിക്കും. എന്നാൽ വചനമാകുന്ന യേശുവും പിതാവും തമ്മിൽ ഉണ്ടായ ഒരു ഉടമ്പടിയാണ്. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് ആ ഉടമ്പടിക്ക് മാറ്റമില്ല. അത് എന്നിട്ട് അബ്രഹാമിൻ്റെ ഉടമ്പടിയാക്കി. അതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പത്തി 15 വായിക്കുമ്പോൾ കാണാം, അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് അവന് വേണ്ടി യേശു കർത്താവ് ആ ഉടമ്പടിക്ക് വേണ്ടി ഇറങ്ങി വന്നു. പിതാവും അതിലൂടെ കടന്നുപോയി. വചനവും ഒരു തീപ്പന്തവും അതിലൂടെ കടന്നുപോയി. അതുകൊണ്ട് ആ ഉടമ്പടി ആകാശവും ഭൂമിയും മാറിയാലും മാറില്ല. ഞാൻ നിങ്ങളെ മാനിക്കും, ഞാൻ നിങ്ങളെ ഉയർത്തും, ഞാൻ നിങ്ങളെ കൈവിടില്ല എന്ന് പറഞ്ഞ ദൈവം ഇടക്ക് വെച്ച് ഇവർ കുറേ കുഴപ്പം കാണിച്ചെങ്കിലും ശിക്ഷിച്ചെങ്കിലും അവർക്ക് അവരെ കർത്താവിന് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കർത്താവ് നീതിമാനായതുകൊണ്ട്. അവർ നല്ലവരായതുകൊണ്ടാണോ? അല്ല. അവർ നീതിയുള്ളവരായതുകൊണ്ടാണോ? അല്ല. അവർ ദൈവത്തെ എന്തോരം വേദനിപ്പിക്കാമോ അത്രയും വേദനിപ്പിച്ചവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം അവരെ മാറ്റാത്തത്? ദൈവവും തമ്മിലുള്ള ഉടമ്പടിയാണ് ഉൽപ്പത്തി 15 നടക്കുന്നത്. അവയെക്കുറിച്ച് വിശദീകരിക്കാൻ ഇവിടെ സമയമെടുക്കുന്നില്ല. നമ്മൾ റോമാലേഖനത്തിൽ മാത്രം ആ ഒരു ചിന്തയിൽ മാത്രം പോകുന്നു. ഇവിടെ നമ്മൾ വായിച്ചത്, സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള യാചനയും. അതാണ് 10-ാം അധ്യായത്തിൽ 1-ാം വാക്യം. അവരെക്കുറിച്ച് പറയുകയാണ്, അവർ രക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി പൗലോസ് ആഗ്രഹിക്കുന്നു. പൗലോസ് പറഞ്ഞു വരുമ്പോൾ അവരെ ദൈവം തള്ളി കുറച്ച് സമയത്തേക്ക്. എന്നാൽ സദാകാലത്തേക്കും തള്ളാൻ ദൈവത്തിനും കഴിയില്ല. കാരണം ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം തൻ്റെ നീതിയിലേ പ്രവർത്തിക്കും. 11-ാം അധ്യായം 1-ാം വാക്യം, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല. ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവൻ. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ച പൗലോസ് പറയുകയാണ്, ഞാൻ വിശ്വാസിയാണ്, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റുപറഞ്ഞു, ഞാനിപ്പോൾ ദൈവ പൈതലാണ്. എന്നാലും ജാതികൾക്ക് ഇതുപോലെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വീകരിക്കാമെങ്കിലും യഹൂദനെ ദൈവം അങ്ങനെ തള്ളിക്കളയില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാൻ 1-ാം അധ്യായം 11-ാം വാക്യം. എന്നാൽ അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവൻ സ്വന്തത്തിലേക്ക് വന്നപ്പോൾ സ്വന്തമായവർ അവനെ തള്ളിക്കളഞ്ഞില്ലേ? ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്നൊക്കെ പറഞ്ഞില്ല. എല്ലാ നിലയിലും യേശുവിനെ തള്ളിയവരാണ്. എന്നാൽ ദൈവം അവരെ തള്ളുന്നില്ല. ദൈവത്തെ തള്ളിയിട്ട് പോലും ദൈവം അവരെ തള്ളുന്നില്ല. അതിൻ്റെ കാരണം 75-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഒരുവൻ കുടുംബമായിട്ട് ഇറങ്ങിത്തിരിച്ച് വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിച്ച്
ദൈവത്തെ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവൻ്റെ തലമുറയെ തള്ളിക്കളയാൻ ദൈവത്തിന് കഴിയുന്നില്ല. നാം വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ ദൈവത്തിന് വേണ്ടി നിന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിയാധാരമാകില്ല എന്ന ഒരു സന്ദേശം കൂടി ഇതിനകത്തില്ലേ? നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും അവർക്ക് വേണ്ടി ദൈവ വഴിയിൽ നമ്മളൊന്ന് നീതിയോടെ നടന്നാൽ ദൈവം നമ്മുടെ അനന്തര തലമുറയെ ഓർക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ ഞാൻ കുഞ്ഞുനാളിലെ കണ്ട കുറേ കുഞ്ഞുങ്ങളെ കണ്ടു. ഒരു കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ ഇറങ്ങിയിട്ട് 35 വർഷമായി. അപ്പോൾ ഈ ആരംഭകാലത്ത് ആ 91, 92, 93, 94 ഈ കാലയളവിൽ കണ്ട കുറേ ചെറുപ്പക്കാർ നഴ്സറിയിലൊക്കെയാണ് അന്ന് അവർ പഠിച്ചിരുന്നത്. അവരൊക്കെ അവിടെ വലിയ ജോലിക്കാരായി മാറി. ഒരു ബ്ലെസ്സനെ കണ്ടു. എനിക്ക് പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലാതെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീടിനടുത്തൊരു ചർച്ചിൽ, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന ചർച്ചിൽ, അന്ന് ആ ചർച്ചിൻ്റെ ഒരു മൂലയിൽ പോയിരുന്ന് ഉപവസിക്കും. എൻ്റെ വീട്ടിൽ സ്ഥലമില്ല, വീടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു, കിടക്കാനും ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത നിലയിൽ അതപ്പതിച്ചപ്പോൾ പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലാതെ തൊട്ടടുത്തുള്ളൊരു ചർച്ച, അങ്ങനെയാണ് ആ ചർച്ചൊക്കെ പരിചയപ്പെടുന്നത്. പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ച് നടന്നു എന്ന് ആ അപ്പോസ്തല പ്രവൃത്തി 3 വായിക്കുന്ന പോലെ അങ്ങനെ കിട്ടിയ ഒരു സ്ഥലം. അവിടെ ചെന്നപ്പോൾ അവിടെ ന്യൂ ഇന്ത്യ ചർച്ച് കോഡിൻ്റെ പാസ്റ്റർ ബെന്നി, PI ബെന്നി, ലീലാമ്മ ദമ്പതികൾ, അവരാണ് അന്ന് അവിടുത്തെ പാസ്റ്റർ കുടുംബം. അവരുടെ മോന് അന്ന് നേഴ്സറിയിലാട്ടെ പഠിക്കുന്ന 3-3.5 വയസ്സ് 4 വയസ്സുള്ള കുഞ്ഞ്. ഞാൻ ആ ചർച്ചിൻ്റെ മൂലക്ക് ഇരിക്കുമ്പോൾ ഇവൻ നേഴ്സറിയിൽ നിന്ന് ഉച്ചയ്ക്ക് വരും. വന്നു കഴിഞ്ഞിട്ട് ഇവൻ ആ മീൻ ഹാളിൽ ഓടിക്കളിക്കും. കളിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ തലയെ കൈവച്ചിട്ട്, യേശു അപ്പച്ച ഈ അങ്കിളിനെ വലിയൊരു പാസ്റ്ററാക്കണേ. പിന്നെ അവൻ ഓടും, പിന്നെയും വരും, തലയെ കൈവച്ചിട്ട്, യേശു അപ്പച്ച. ഇവൻ്റെ അപ്പൻ ഒത്തിരി പേർക്ക് കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, അവനെ അനുകരിക്കുകയല്ല, അതൊരു പ്രവചനമായിട്ടാണ്. ഞാനിരുന്ന് കരയുകയാണ്. കാരണം എൻ്റെ തലയിൽ ഇതുപോലെ ആരും കൈവച്ച് പ്രാർത്ഥിക്കാനുണ്ടായില്ല. അങ്ങനെ ബ്ലസ്സൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുഞ്ഞാണ് അവൻ എൻ്റെ തലയിൽ കൈവച്ചാണ് പ്രാർത്ഥിക്കുക. ഒരു ദിവസമല്ല, പല ദിവസം. അതൊരു ദൈവിക നിമിത്തമായിരുന്നു. ഞാനതങ്ങോട്ട് സ്വീകരിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞു. ഞാൻ 94, ഇതൊക്കെ 91 സംഭവിച്ചു. 94 കുടുംബമായിട്ട് പള്ളിത്തോട് വന്നപ്പോൾ പള്ളിത്തോട് വെച്ച് ഒരു പാസ്റ്റർ, അവിടെ ഒരു സെൻട്രൽ പാസ്റ്റർ ന്യൂ ഇന്ത്യ ചർച്ച്, അവരുടെ കുഞ്ഞുങ്ങളെ കണ്ടു. പിന്നെ ഒരു VO തോമസ് പാസ്റ്റർ, ഒരു സെൻട്രൽ പാസ്റ്റർ ഉണ്ടായിരുന്നു എറണാകുളത്ത്, അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. എല്ലാം ചെറുപ്പമായിരുന്നു. കാലങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് കാനഡയിൽ ചെന്നപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ ഒരു യൂത്ത് ക്യാമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ തലയെ കൈവച്ച ബ്ലെസൻ ബെന്നി സ്റ്റേജിൽ ബേസ് ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ അവിടെ ഒരു എൻജിനീയറാണ്, ഭാര്യ ഡോക്ടറാണ്, 3 കുഞ്ഞുങ്ങളുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ അവനും കരഞ്ഞു, ഞാനും കരഞ്ഞു. കൈവച്ച് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി, പുറകിലിരിക്കുന്ന ബേസ് ഗിറ്റാർ കൈവച്ച് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയാണ് ഞാനിന്നിവിടെ പ്രസംഗിക്കുന്നത്. 34 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്റ്റേജിൽ വന്ന്, എന്തൊരു അത്ഭുതമാണ്. അത് കഴിഞ്ഞ് വേറെ മീറ്റിങ്ങിൽ ചെന്നപ്പോൾ ആ പള്ളിത്തോടിരുന്ന സക്കറിയ പാസ്റ്ററിൻ്റെ മോൻ, അവൻ ആ ചർച്ചിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. വേറെ അതേ ചർച്ചിൽ തന്നെ ഒരു മോളെ കണ്ടു. അവൾ VO തോമസ് സാറിൻ്റെ മോളാണ്. ഈ പിള്ളേരെല്ലാം കാനഡയിലുണ്ട്. ചില പിള്ളേരെ ചെന്നാൽ അമേരിക്കയെ കാണാം, ചിലരെ ചെന്നാൽ ഓസ്ട്രേലിയയെ കാണാം. ആരാണെന്നറിയാമോ? നീതിമാൻ്റെ തലമുറ. കർത്താവിന് വേണ്ടി പരമാർത്ഥമായിട്ട് വേല ചെയ്തു, ഒന്നും അധികം സമ്പാദിക്കാൻ കഴിഞ്ഞില്ല, ചർച്ചുകളുടെ പാർസനേജിൽ മാത്രം കിടന്ന് 3 വർഷം കഴിയുമ്പോൾ സ്ഥലം മാറ്റമായിട്ടൊക്കെ പോയവർക്ക് ഒന്നും തന്നെ സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ സമയമായപ്പോൾ ദൈവം ഈ കുഞ്ഞുങ്ങളെല്ലാം മാനിച്ച് ഉയർത്തി കർത്താവിൻ്റെ വേലക്കിറങ്ങിയവരെ വലിയ വിശാലതയിൽ കൊണ്ടു. വർഷിപ്പ് ലീഡേഴ്സിൻ്റെ മക്കൾക്ക് വലിയ കഴിവുകൾ ദൈവം കൊടുത്തു. വർഷിപ്പ് ലീഡേഴ്സുണ്ട്, അവർക്ക് ഇൻസ്ട്രുമെൻ്റ് ഒന്നും അറിയില്ല, വെറുതെ പാട്ടുപാടി നടന്നവരൊക്കെയാണ്. പരസ്യവും നടത്തിയും പാട്ടുപാടിയും കീബോർഡ് വായിച്ചൊക്കെ നടത്തി. അവരുടെ അടുത്ത തലമുറ ഗിറ്റാറിൽ, കീബോർഡിൽ, മിക്സിങ്, ഇലക്ട്രിക്കൽ
സംവിധാനങ്ങളിൽ, മീഡിയയിലൊക്കെ ഹൈടെക് യുഗത്തിൽ ഏറ്റവും ടോപ്പായിട്ട് മാറി. അവർക്ക് ഇന്ന് പല രാജ്യങ്ങളിലെ പല ചർച്ചിൻ്റെ ഏറ്റവും ടോപ്പിൽ അവർ പ്രയോജനപ്പെടുന്നു. അപ്പോൾ തന്നെ അവർക്ക് ജോലിയുമുണ്ട്. അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ബൈബിളിൽ പറയുന്നു, നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും അവൻ്റെ മക്കൾ അപ്പം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ലെന്ന് ദാവീദ് പറഞ്ഞതുപോലെ 35 വർഷത്തെ കർത്താവിൻ്റെ വേലയിൽ, സുവിശേഷ വേലയിൽ കർത്താവിനെ സേവിച്ച ഒരാളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കാതെ പോയില്ല. ഇത് അബ്രഹാമിൻ്റെ മക്കളെ ദൈവത്തിന് കൈവിട്ട് കളയാൻ കഴിയില്ല. അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി എനിക്ക് നിങ്ങളോട് പറയണം. നീതിമാന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞില്ല. ഇതുപോലെ ജീവിതത്തിൽ കർത്താവിൻ്റെ അടുത്തോട്ട് വന്നിട്ടും അല്പം പിന്മാറ്റവും ദൈവത്തെ തള്ളി ലോകത്തിലോട്ടൊക്കെ പോയവരുണ്ട്. തിരിച്ചു വാ, നിങ്ങൾക്ക് മടങ്ങി വരാൻ ദൈവം അവസരവും തരും. നിങ്ങളുടെ തലമുറകളെ ദൈവം ഉയർത്തും. ദൈവം അടുത്ത ചാൻസുകൾ തരുന്ന ദൈവമാണ്. ദൈവം 2ാം ചാൻസ് തരുന്ന ദൈവമാണ്. നിങ്ങൾക്ക് ഇനിയും ചാൻസുകൾ ദൈവം വെച്ചിട്ടുണ്ട്. കർത്താവിൽ ബലപ്പെടണം. ഒരിക്കലും കൈവിടാത്ത, തൻ്റെ അടുക്കൽ വരുന്നവരെ ഒരിക്കലും തള്ളിക്കളയാത്ത, തൻ്റെ അടുക്കൽ വരുന്നവരുടെ തലമുറകളെ ഓർക്കുന്ന, മക്കളുടെ മക്കളെയും മാനിക്കുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ധൈര്യപ്പെടണം. നിങ്ങൾ ഒരിക്കലും തോറ്റുപോകില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിശ്വാസത്തിലേക്ക് വന്നിട്ട് മനസ്സുമടുത്ത് പിന്മാറി പഴയതിലേക്ക് പോയ പലരും ഇന്നത് കേൾക്കുന്നുണ്ടല്ലോ. എനിക്കിനി മടങ്ങി വരാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് മടങ്ങി വരാൻ കഴിയുമെന്നുള്ള ഈ സന്ദേശം അവരെ തൊടട്ടെ. വീണ്ടും കർത്താവിലോട്ട് അവർ വരട്ടെ. മറ്റുള്ളവരെ പഴി പറഞ്ഞു പോയവർ, അവർ ശരിയല്ല ഇവർ ശരിയല്ലെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തലയിൽ കുറ്റം വെച്ചിട്ട് സ്വന്തം തെറ്റിനെ മറച്ചുകൊണ്ട് പോയവർ യേശുവിൻ്റെ നാമത്തിൽ തിരിഞ്ഞു വരട്ടെ. അവരുടെ മക്കൾ നന്മകൾ കാണട്ടെ. കൊച്ചുമക്കൾ അനുഗ്രഹവും ഐശ്വര്യവും കാണട്ടെ. കർത്താവിൻ്റെ കൈകളിൽ ഈ പ്രിയപ്പെട്ടവരെല്ലാം ഏൽപ്പിച്ച് അനുഗ്രഹിക്കും. കൃപ പകരണം. അത്ഭുതങ്ങൾ ചെയ്യണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. തീർച്ചയായിട്ടും ഒരു മടങ്ങി വരവ് അബ്രഹാമിൻ്റെ മക്കൾക്കുണ്ട്. ഈ കാര്യം നമുക്ക് ഇനിയും ചിന്തിക്കാം. ഇന്നും നാളെയും മറ്റന്നാളും ചർച്ചിൽ വെച്ച് രാവിലെ 10:30 ഫാസ്റ്റിംഗ് പ്രെയറുണ്ട്. മാസത്തിലെ 3 ദിവസത്തെ സ്പെഷ്യൽ പ്രെയറാണ്. കടന്നു വരണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. മാറില്ലവൻ, മാറില്ലവൻ, മാറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ, മാറില്ലവൻ, മാറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങിൽ. ഈ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. പോറ്റുന്നവൻ, പോറ്റുന്നവൻ, പുലർത്തുന്നവൻ, പാലിക്കുന്നോ പരമോന്നതൻ, പോറ്റുന്നവൻ,
കൊടുക്കുന്നവൻ